ശരി, നീ പ്രൊജക്റ്റ് ചെയ്യണ്ട. പകരം മറ്റൊന്ന് ചെയ്താൽ മതി. അതെന്താണെന്ന ഭാവത്തിൽ അവന്തിക സിദ്ധാർത്ഥിനെ നോക്കി. ഞാൻ നിന്നോട് കുറച്ചു മുൻപ് പറഞ്ഞില്ലേ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. വെക്കേഷൻ അല്ലേ വരുന്നേ, നിനക്ക് കോളേജിൽ പോകണ്ടല്ലോ. സോ നമ്മൾ രണ്ടുപേരും കൂടി UK പോകുന്നു. സിദ്ധാർത്ഥ് അവളെ നോക്കി തന്റെ കണ്ണുകൾ ഇറുക്കി കാണിച്ചു. അശോകും സുജാതയും സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവന്തികയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. അവളിലെ ഞെട്ടൽ അതുപോലെ തന്നെ എബിയിലും കാണാൻ കഴിഞ്ഞിരുന്നു. എന്താ, നിനക്ക് വിശ്വാസമായില്ലേ? എനിക്ക് UK വെച്ചൊരു മീറ്റിംഗ് ഉണ്ട്. എന്തായാലും നീ എൻ്റെ ഭാര്യയായി വരുമ്പോൾ ഇതുപോലെയുള്ള മീറ്റിംഗ്സിൽ എൻ്റെ ഒപ്പം വരണം. അത് കുറച്ച് നേരത്തെ ആകാമെന്ന് ഞാൻ കരുതി. മാത്രമല്ല, കുറച്ച് ദിവസം നീയും ഞാനും മാത്രമായി ആരുടെയും ശല്യമില്ലാതെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ. എന്താ, സന്തോഷമായില്ലേ എൻ്റെ സ്വീറ്റ് ഹാർട്ടിന്? അവന്തികയുടെ നീരസം അവളുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന ശബ്ദത്തിൽ തന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അതവനിൽ ചിരി ഉളവാക്കിയിരുന്നു. സിദ്ധാർത്ഥ്, തന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഞാൻ ആരുടെ ഒപ്പവും എങ്ങോട്ടും വരുന്നില്ല, മനസ്സിലായോ? അവന്തിക കടുപ്പിച്ചു തന്നെ അവനോട് പറഞ്ഞു. എന്നാൽ അവനത് കാര്യമാക്കി എടുത്തില്ല. അവന്തിക, നീ ചുമ്മാ വാശി പിടിക്കല്ലേ. നിന്റെ മുന്നിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ S&K കമ്പനിക്ക് വേണ്ടി ഈ പ്രൊജക്റ്റ് നീ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ UK വരണം. ഏതു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. സിദ്ധാർത്ഥ് ആ ഫയൽ എടുത്ത് ടേബിളിന്റെ മുകളിൽ വെച്ചു. ഞാൻ രണ്ടും ചെയ്യാൻ പോകുന്നില്ല. പ്രൊജക്റ്റും ചെയ്യില്ല, തന്റെ കൂടെ വരുത്തതുമില്ല. സിദ്ധാർത്ഥ ചെല്ല്. അവന്തിക അവന്റെ കണ്ണുകളിൽ തന്നെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളിൽ പഴയ ആ ജ്വാല അവന് കാണാൻ സാധിച്ചിരുന്നു. കുറച്ചുനാൾ ഈ ഭാവം അവളിൽ കണ്ടിരുന്നില്ല. തന്നോടുള്ള ഭയം അത് മാത്രമായിരുന്നു അന്ന് അവൾക്കുണ്ടായിരുന്നത്. ഇപ്പോ ആ ഭയം അത് കാണുന്നില്ല. എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം ഇവൾക്ക് എന്നൊക്കെ സിദ്ധാർത്ഥ ചിന്തിച്ചു കൂട്ടി. അവൻ മെല്ലെ എഴുന്നേറ്റു അവന്തികയുടെ അടുത്ത് ചെന്ന് നിന്നു. അവന്തിക, ഞാൻ നിന്റെ മുന്നിൽ നിർത്തിയ 2 ചോയ്സിൽ ഒരെണ്ണം സെലക്ട് ചെയ്തേ പറ്റൂ. ഇനി നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും നീ അത് ചെയ്യൂ. അവന്തിക അവനെ തറപ്പിച്ചു നോക്കി. പക്ഷെ അവനിൽ യാതൊരു ഭാവമാറ്റവുമില്ല. അതേ ചിരി. ശരി, നീ ചൂസ് ചെയ്യണ്ട, ഞാൻ പറയാം. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് ഓൾറെഡി 2 ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. ഒന്ന് എനിക്ക്, മറ്റൊന്ന് നിനക്ക്. സിദ്ധാർത്ഥ് തന്റെ ഫോൺ എടുത്ത് അതിൽ നിന്നും ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തു അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ അത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ വിടർന്നു. സിദ്ധാർത്ഥ്, എന്തിനാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അവളെ വെറുതെ വിട്ടൂടെ? അശോക് യാചനയോടെ അവന്റെ മുന്നിൽ വന്നു നിന്നു. പക്ഷേ ഒരു ചിരിയിൽ അവന്റെ ഉത്തരം ഒതുക്കിവിട്ടു സിദ്ധാർത്ഥ്. വേണ്ടച്ച, ഇയാൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകില്ല. എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകാനൊന്നും ഇയാൾക്ക് പറ്റില്ലല്ലോ. അവന്തിക അശോകിനെ അവന്റെ മുന്നിൽ നിന്നും പിടിച്ചു മാറ്റി നിർത്തി. ഞാൻ നിന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോവില്ല, നീ തന്നെ വരും. ഞൊടിയിടയിൽ സിദ്ധാർത്ഥിന്റെ മാറ്റം അവൾ ശ്രദ്ധിച്ചു. ഇതുവരെ ഉണ്ടായിരുന്ന സൗമ്യമായ ചിരി അവനിൽ നിന്നും മാറുന്നത് അവൾ നോക്കിക്കണ്ടു. അവൻ അവന്തികയുടെ തൊട്ടരികിൽ വന്നു നിന്നു. അവന്തിക, അഭിനന്ദ്, നിങ്ങളുടെ അഭി ഇപ്പോ ഓക്കെ അല്ലേ? സിദ്ധാർത്ഥാണ് അഭിക്കുണ്ടായ അപകടത്തിന് പിന്നിലെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഇപ്പോ അവന്റെ ചോദ്യം അവളുടെ സംശയത്തെ ഊട്ടിയുറപ്പിച്ചിരുന്നു. അപ്പോ നിങ്ങളായിരുന്നല്ലേ അഭിയേട്ടനെ? അവൾ ചോദിച്ചതും അവൻ തന്റെ 2 കണ്ണുകളും അടച്ചുകൊണ്ട് അത് ശിരസാവഹിച്ചു. എന്നെയും എന്റെ കുടുംബത്തെയും വേട്ടയാടിയിട്ട് പോരാഞ്ഞിട്ടാണോ ആ പാവത്തിനെ കൂടെ താൻ കൊല്ലാൻ നോക്കുന്നേ? അവന്തികയുടെ ചൂണ്ടുവിരൽ അവന് നേരെ ഉതിർന്നു. അവൻ ആ ചൂണ്ടുവിരൽ മെല്ലെ ഒന്ന് തലോടി. അപ്പോഴേക്കും അവൾ കൈ പിൻവലിച്ചിരുന്നു. കൊല്ലാൻ തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ ഞാൻ പണി ഏൽപ്പിച്ചവർ വെറും വേസ്റ്റായിപ്പോയി. ഇതൊരു വാണിംഗ് ആണെന്ന് കൂട്ടിയാൽ മതി. ഇനി അവന്റെ കണ്ണുകൾ നിന്നിലേക്ക് പതിച്ചാൽ അതും ഞാനിങ്ങ് ചൂഴ്ന്നെടുത്തിരിക്കും. അവനിൽ ഉടലെടുത്ത ദേഷ്യം പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തും പ്രകടമായിരുന്നു. പക്ഷേ അവൻ മനസ്സിനെ വരുതിയിലാക്കിക്കൊണ്ട് പഴയതുപോലെ ചിരിച്ചു നിന്നു. അവന്തികയുടെ കണ്ണുകളിൽ അല്പം പോലും ഭയം വന്നിരുന്നില്ല.
തന്റെ പ്രാണനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനോടുള്ള അടങ്ങാത്ത കോപം മാത്രമായിരുന്നു അവളുടെ കണ്ണുകളിൽ. സിദ്ധാർത്ഥ് തന്റെ ഫോൺ എടുത്ത് ആർക്കോ വീഡിയോ കോൾ ചെയ്തു. അത് അവന്തികയ്ക്ക് നേരെ നീട്ടിപ്പിടിച്ചു. ദാ ആ മുന്നിൽ പോകുന്ന കാർ ആരുടേതാണെന്ന് നിനക്കറിയാമോ അവന്തിക? വീഡിയോ കോളിന്റെ മറുവശത്ത് ഒരു കാറിനെ ആരോ പിന്തുടരുന്നത് പോലെ അവൾക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ അത് ആരുടെ കാറാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. സുജാതയും അശോകും അതെന്താണെന്നറിയാൻ അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ആ ഫോണിൽ നോക്കി. പക്ഷേ അവർക്കും അത് ആരുടെ കാറാണെന്ന് മനസ്സിലായിരുന്നില്ല. അവർ സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി നിന്നു. ആ കാറിൽ നിന്റെ വിനുവേട്ടന്റെ പെങ്ങൾ, നിന്റെ ചേച്ചി ചിന്നുവും അവളുടെ ഹസ്ബൻഡ് വരുണുമാണുള്ളത്. ചിന്നുവിന്റെ പേര് കേട്ടതും അവന്തികയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. സുജാതയും അശോകും ഞെട്ടിത്തെറിച്ചു നിന്നു. സിദ്ധാർത്ഥിന്റെ ഉദ്ദേശം എന്താണെന്ന് അശോകിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. സിദ്ധാർത്ഥ്, വേണ്ട, എന്റെ ചിന്നുവിനെ ഒന്നും ചെയ്യരുത്. അശോകിന്റെ വാക്കുകൾ അവൻ കേട്ടിരുന്നുവെങ്കിലും അവന്റെ നോട്ടം അവന്തികയിൽ തന്നെ ആയിരുന്നു. ഇല്ല, ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇവൾ എന്റെ കൂടെ വരണം. അശോകിന് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ചിന്നുവും തന്റെ മകൾ തന്നെയായിരുന്നു അശോകിന്. തന്റെ മകളുടെ ജീവൻ നഷ്ടമാകുന്നത് നോക്കി നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഭൂമി പിളർന്നു പോയിരുന്നുവെങ്കിൽ എന്നുവരെ അശോക് ചിന്തിച്ചു. ചിന്നുവിന്റെ ജീവന് വേണ്ടി തന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ അയാൾക്ക് മനസ്സു വന്നില്ല. നിസ്സഹായതയോടെ അയാൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. സുജാതയുടെ അവസ്ഥയും അത് തന്നെ. പറ അവന്തിക, നീ എന്ത് തീരുമാനിച്ചു? അന്ന് അവനെ തട്ടാൻ ഏൽപ്പിച്ചവരെ പോലെ അല്ല ഇവർ. നല്ല ബെസ്റ്റ് ടീംസാ. എന്റെ ഒരു വാക്കിന് വേണ്ടി അവർ കാത്തു നിൽക്കുക. ഞാൻ എന്ത് പറയണം അവരോട്? അവന്തികയുടെ ധൈര്യം ചോർന്നൊലിച്ചതുപോലെ അവൾക്ക് തോന്നി. അവളിൽ കുറച്ചു നിമിഷം വരെ ഉണ്ടായിരുന്ന ദേഷ്യവും വാശിയും എല്ലാം മാഞ്ഞു പോയിരുന്നു. ഇപ്പൊ അവളുടെ ചിന്തകളിൽ ചിന്നുവും വരുണും മാത്രമായി. താനിപ്പോ അവനോട് സമ്മതം മൂളിയില്ലെങ്കിൽ ചിന്നുവിനെ അവർ അപായപ്പെടുത്തുമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൻ എന്തുദ്ദേശത്തിലാണ് തന്നെ കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയാതെ സിദ്ധാർത്ഥിന്റെ കൂടെ പോയാൽ അതിലും നല്ലത് മരിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. ചിന്തകളിൽ ആഴ്ന്നിറങ്ങി പോകുന്നവളെ നോക്കി രസിച്ചു നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. അവന്തികയുടെ കണ്ണിൽ വീണ്ടും ഭയം കണ്ടപ്പോൾ അവനുണ്ടായ ഉന്മാദം പറഞ്ഞറിയിക്കാൻ അവന് സാധിച്ചിരുന്നില്ല. എങ്കിലും അവളുടെ കണ്ണുകളിൽ നിന്നും ഊഴ്ന്നിറങ്ങുന്ന കണ്ണുനീർ അവന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവന്തിക, നിനക്ക് ഞാൻ ഒരു സെക്കൻഡ് ചാൻസ് തരാം. നീ ആയതുകൊണ്ട് മാത്രം. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ UK-യിലേക്ക്. ഇതിലേത് വേണമെന്ന് നീ ഇപ്പോൾ പറയണം. അവന്തിക നിസ്സഹായതയോടെ അവനെ നോക്കി. മറിച്ചൊന്നും ആലോചിക്കാതെ അവൾ ടേബിളിലിരുന്ന ഫയൽ എടുത്തു. പ്രൊജക്റ്റ് ഞാൻ ചെയ്യാം. അവൻ്റെ കൂടെ UK-യിലേക്ക് പോകുന്നതിലും നല്ലത് പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. വെരി ഗുഡ്. വിജയിച്ചവന്റെ അട്ടഹാസത്തോടെ സിദ്ധാർത്ഥ് വീഡിയോ കോൾ കട്ടാക്കി. എന്നോടുള്ള ദേഷ്യം ഈ പ്രൊജക്റ്റിനെ ബാധിക്കരുത്. നിന്റെ ബെസ്റ്റ് തന്നെ ഈ പ്രൊജക്റ്റിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. സിദ്ധാർത്ഥ് അവന്തികയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഐ ലവ് യു സ്വീറ്റ് ഹാർട്ട്. അവളുടെ ചെവിയോട് ചേർന്ന് നിന്നുകൊണ്ട് രഹസ്യം എന്ന പോലെ അവൻ പറഞ്ഞു. പക്ഷേ അവൾക്ക് ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചതുപോലെ പൊള്ളിയിരുന്നു. അവനത് വകവയ്ക്കാതെ അവളുടെ കവിളിലൊന്ന് തട്ടിയതിനു ശേഷം തന്റെ കാറിനെ ലക്ഷ്യമാക്കി നടന്നു. എബിയും അവന്റെ പിന്നാലെ പോയിരുന്നു. സിദ്ധാർത്ഥ് പോയതും അശോക് തന്റെ ഫോൺ എടുത്ത് ചിന്നുവിനെ വിളിച്ചു. മോളെ, നീ എവിടെയാ? കൊച്ചച്ച, ഞങ്ങള് വരുണിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുക. നിങ്ങള് സേഫ് അല്ലേ? അതെ, എന്ത് പറ്റി കൊച്ചച്ച? ഏയ് ഒന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ. ചിന്നുവും വരുണും സുരക്ഷിതരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അശോകന് ശ്വാസം നേരെ വീണിരുന്നു. പിന്നീട് അശോകന്റെ കണ്ണുകൾ അവന്തികയെ തിരഞ്ഞു. നിർവികാരതയോടെ അവൾ ആ സോഫയിൽ ഇരിപ്പുണ്ട്. അവളെ തലോടിക്കൊണ്ട് സുജാതയും അവളുടെ തൊട്ടടുത്തായിരിക്കുന്നു. അശോക് അവളുടെ അടുത്ത് ചെന്നിരുന്നു. പെട്ടെന്ന് അവന്തിക അശോകിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു കരഞ്ഞു. എന്തു പറഞ്ഞ് തന്റെ മകളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അശോകിന്റെ മനസ്സ് പിടഞ്ഞു. കാറിലിരിക്കുന്ന സിദ്ധാർത്ഥിനോട് എബിക്ക് പല ചോദ്യങ്ങളും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നറിയാത്തതിനാൽ അവൻ അതിന് മുതിർന്നില്ല.
എങ്കിലും അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞില്ല. കാറിന്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് എബി തിരിഞ്ഞു നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥിനോട് ചോദിച്ചു, സർ, ആ ടിക്കറ്റ് അത് UK എനിക്കും സാറിനും പോകാനുള്ള ടിക്കറ്റ്സ് അല്ലേ? അതെ. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന സിദ്ധാർത്ഥ് അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. പിന്നെ സാർ മാഡത്തിനോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ പുതിയ പ്രോജക്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ടീമിന് കൊടുക്കാതെ എന്തിന് മാഡത്തിനെ ഏൽപ്പിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചെറിയൊരു ചിരി ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ഫോണിൽ നിന്നും ശ്രദ്ധ മാറ്റി എബിയെ നോക്കി. എനിക്ക് അവന്തികയെ നല്ല വ്യക്തമായി അറിയാം എബി. ഒരിക്കലും അവൾ എൻ്റെ കൂടെ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ചിന്നുവിനെ മുൻനിർത്തി അവളെ കൊണ്ടുപോകാം. പക്ഷേ അതിലൊരു ത്രില്ലില്ല. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ താലി അവളുടെ കഴുത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ സ്വമേധയായി എൻ്റെ കൂടെ വരില്ലേ? എനിക്കതാണ് വേണ്ടത്. പിന്നെ പ്രൊജക്റ്റിൻ്റെ കാര്യം. അവന്തികയുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് നീ കണ്ടതല്ലേ എബി? ഈ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ടീം വരെ അതിന് മുന്നിൽ തോറ്റുപോയില്ലേ? അന്ന് എനിക്കുണ്ടായ ഇൻസൾട്ട് ചെറുതൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷേ അത് ഞാൻ മുളയിലെ നുള്ളിക്കളഞ്ഞതുകൊണ്ട് അവളുടെ ടാലൻറ്റ് മറ്റാർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവന്തിക എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ്. ഞാൻ എന്തിനവളെ വിവാഹം ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഉത്തരമായിരിക്കണം ഈ പ്രൊജക്റ്റ്. എബി കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ പകച്ചു നിൽക്കുകയാണ്. എനിക്കുറപ്പുണ്ട്, അവൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് S&K കമ്പനിയെ ഒരുപാട് മുന്നിലെത്തിക്കും. അന്ന് ഞാൻ പബ്ലിക്കലി അനൗൺസ് ചെയ്യും, ഷീസ് മൈ ഫിനാൻസി. സിദ്ധാർത്ഥിൻ്റെ ചിരിയിൽ വാശിയാണോ സന്തോഷമാണോ അതോ ദേഷ്യമാണോ എന്ന് തിരിച്ചറിയാനാവാതെ എബി വ്യാകുലപ്പെട്ടു.